മുസ്ലിമുകൾ ബംഗാൾ മുഖ്യമന്ത്രി സുബേന്ദു അധികാരിയെ വെല്ലുവിളിക്കുന്നു. സുബേന്ദു വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റില്ല. സുബേന്ദു പറയുന്നു, ഞങ്ങളുടെ ഒരു മസ്ജിദ് പൊളിച്ചു മാറ്റണമെന്ന്. ഞങ്ങൾ മസ്ജിദ് പൊളിക്കാൻ തയ്യാറല്ല. നിങ്ങൾ വേണമെങ്കിൽ ആ മസ്ജിദ് കാരണം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറയുന്ന വിമാനത്താവളം പൊളിച്ചു മാറ്റാം. കേട്ടിട്ടുണ്ടോ വാദം? വിചിത്രവാദം. ഈ വിചിത്രവാദം ഉന്നയിക്കുകയാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ്സുകാരും ജമായത്ത് ഉൽമ ഹിന്ദ് എന്ന് പറയുന്ന സംഘടനയും. പ്രശ്നം നിങ്ങൾക്കറിയാവുന്നതാണ്. ഇന്ത്യ ലൈവിൽ ഞാനാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞത്, അന്താരാഷ്ട്ര വിമാനത്താവളം പഴയ ഡംഡം എയർപോർട്ട് 1924 ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. അതാണിപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന നിലയിൽ അറിയപ്പെടുന്ന കൊൽക്കത്തയിലെ ഏറ്റവും വലിയ വിമാനത്താവളം. രാജ്യത്തെ 6ാമത്തെ വലിയ വിമാനത്താവളമാണ്. ദിവസം വേണ്ട 70,000 പേരാണ് വരുന്നത്. അത് ദുർഗാപൂജ സമയമൊക്കെ ആകുമ്പോൾ ഏതാണ്ട് 3 ലക്ഷത്തോളം ആളുകൾ, യാത്രക്കാർ പ്രതിദിനം വരുന്ന രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ വിമാനത്താവളമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻ്റർനാഷണൽ എയർപോർട്ട് കൊൽക്കത്ത. അപ്പോൾ അവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവിടെ റൺവേയിൽ നിന്ന് 165 മീറ്റർ മാത്രം മാറി ഒരു മസ്ജിദ് ഇരിപ്പുണ്ട്. റൺവേയിൽ നിന്ന് എന്തെങ്കിലും കെട്ടിടം ഉണ്ടെങ്കിൽ മിനിമം 240 മീറ്ററെങ്കിലും അകലം ഉണ്ടായിരിക്കണം എന്നുള്ള വ്യവസ്ഥ ലംഘിച്ചിട്ടാണ് ഈ പള്ളി അവിടെ ഇരിക്കുന്നത്. ബാങ്ക്ര മസ്ജിദ് എന്ന് പറയുന്ന പള്ളി, ഗൗരിപ്പൂർ ജമാ മസ്ജിദ് എന്നും പറയും. ഈ പള്ളി അവിടെ ഇരിക്കുന്നത് കൊണ്ട് വിമാനത്താവളത്തിൻ്റെ 2ാമത്തെ റൺവേ 3633 മീറ്റർ നീളമുണ്ട്. ആ റൺവേ 2832 മീറ്റർ വരെ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ചിത്രം കാണാം. റൺവേയുടെ ഏതാണ്ട് 1/4 ഭാഗം മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് വലിയ വിമാനങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, മൂടൽമഞ്ഞ് വരുമ്പോൾ വിമാനത്താവളം മൂടൽമഞ്ഞിൽ മൂടിപ്പോകും. അതുകൊണ്ട് പൈലറ്റുമാർക്ക് വിഷൻ ശരിയാവാൻ വേണ്ടി CAT 3B ഇൻസ്ട്രുമെൻറ്റ് ലാൻഡിംഗ് സിസ്റ്റമുണ്ട്. അത് 1ാം നമ്പർ റൺവേയിലുണ്ട്. ഈ 2ാം റൺവേയിൽ സ്ഥാപിക്കാൻ കഴിയുന്നില്ല, കാരണം മസ്ജിദ് ഇരിക്കുന്നു. അതുകൊണ്ട് ഈ മസ്ജിദ് മാറ്റണം എന്നുള്ള ആവശ്യം 1988 മുതൽ, നരേന്ദ്രമോദിയും BJP ഒന്നും ഇന്ത്യയിൽ അധികാരത്തിലില്ല, കോൺഗ്രസ് ഭരണമുള്ള കാലത്ത് തന്നെ പാർലമെൻറ്റിൽ വന്നു. അന്നത്തെ MP ആയിരുന്ന സിഗൻ സിക്ദാർ പാർലമെൻറ്റിൽ ഇത് പറഞ്ഞു. അതിനുശേഷം പല തവണ വ്യോമയാന മന്ത്രാലയം ഈ മസ്ജിദ് അവിടുന്ന് മാറ്റാതെ, വിമാനത്താവളത്തിന് പൂർണ്ണ തോതിൽ പ്രവർത്തിക്കാൻ കഴിയില്ല, വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ അല്പം തെന്നിപ്പോയാൽ ഈ മസ്ജിദിൽ ഇടിച്ച് വലിയ അപകടമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മസ്ജിദിൻ്റെ കാര്യം പറയുമ്പോൾ മസ്ജിദിൽ ആരും വരുന്നില്ല. മസ്ജിദ് പണ്ടവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, ബംഗാറ എന്ന് പറയുന്ന ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമം ഏറ്റെടുത്തിട്ടാണ് വിമാനത്താവളം ഉണ്ടാക്കിയത്. ആ ഗ്രാമവാസികളെ മുഴുവൻ ജസോർ റോഡിലുള്ള മധ്യമ ഗ്രാമിലേക്ക് മാറ്റി. എല്ലാവരും പോയി. അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു, അതും പൊളിച്ചുകൊണ്ട് പോയി. പക്ഷേ മസ്ജിദ് മാത്രം അവിടെ നിന്നു. മസ്ജിദ് ആരും തൊട്ടില്ല. ആ സ്ഥലം മുഴുവൻ ഏറ്റെടുത്ത് വിമാനത്താവളം വന്നപ്പോഴും മസ്ജിദ് അവിടെ ഇരുന്നു. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കവിടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവിടെ വന്നിട്ട് ശരാശരി 50 പേരാണ് വരുന്നത്. ഈ 50 പേർ എല്ലാ ദിവസവും നിസ്കാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വരും. അവരെ അങ്ങോട്ട് കയറ്റി അതിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിമാനത്താവളത്തിലേക്ക് കയറി റൺവേയിലൂടെ ഈ മസ്ജിദിലേക്ക് പോകുന്ന സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങളുണ്ടായി. കാരണം അറിയാമല്ലോ, നമ്മുടെ എയർപോർട്ടിലേക്കൊന്ന് കയറാനുള്ള പാട് നമുക്കറിയാം. അപ്പോഴാണ് വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാൻ വേണ്ടി തൊപ്പിയും താടിയും വെച്ച് കുറേ ആളുകൾ അങ്ങോട്ട് കയറിപ്പോകുന്നു. അത് വലിയ സുരക്ഷാ പ്രശ്നമൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2003 അന്നത്തെ കേന്ദ്ര വ്യോമയാന മന്ത്രി ഷാനവാസ് ഹുസൈൻ ബംഗാൾ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുമായിട്ട് ചർച്ച നടത്തിയിട്ട് വിമാനത്താവളത്തിന് അസൗകര്യം ഉണ്ടാക്കുന്ന മസ്ജിദ് മാറ്റണം എന്ന ആവശ്യവുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമെടുത്ത കാര്യം എന്തറിയാമോ? ഒരു കാര്യം ചെയ്യും, മസ്ജിദ് അവിടെ ഇരുന്നോട്ടെ, ഇവർ കയറിപ്പോകുന്ന സുരക്ഷാ പ്രശ്നമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇവരെ പുറത്ത് നിന്ന് അകത്ത് കൊണ്ട് നിസ്കരിക്കാൻ സൗകര്യം കൊടുക്കാൻ വേണ്ടി CISFൻ്റെ എയർ കണ്ടീഷൻ്റെ ബസ് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ മസ്ജിദിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വന്ന ജ്യോതിബാസു ആവട്ടെ, മമതയാവട്ടെ, ആരും ഈ മസ്ജിദിനെ തൊടാൻ സമ്മതിച്ചില്ല. അങ്ങനെ 50 പേർക്ക് വേണ്ടി ഒരു വിമാനത്താവളത്തിൻ്റെ 2ാമത്തെ റൺവേ വരെ ഉപേക്ഷിക്കുന്ന തരത്തിൽ, പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ അതീവ ഗുരുതരമായ അപകട സാധ്യതയുമായി ഈ മസ്ജിദ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സിവിൽ ഏവിയേഷൻ മന്ത്രാലയം നിരന്തരമായി 88 മുതൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് കേൾക്കാൻ ഒരു സംസ്ഥാന സർക്കാരും തയ്യാറായില്ല. പക്ഷേ സുവേന്ദു അധികാരിയുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. സുവേന്ദു പറഞ്ഞു, അത് ശരിയല്ലല്ലോ,
വിമാനത്താവളം ഇനിയും വികസിക്കണം. കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ്. അവിടെ നിന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലേക്കും വിമാനം പോകുന്നുണ്ട്. രണ്ടാമത്തെ റൺവേ കൂടെ ഉപയോഗിക്കേണ്ടി വരും. അതിന് അപകട സാധ്യതയുണ്ടെങ്കിൽ വിദേശ വിമാനങ്ങളൊന്നും വന്നിറങ്ങാത്ത ഇപ്പോഴത്തെ സ്ഥിതി ഉണ്ടാവുന്നത് നാടിന് ഗുണം ചെയ്യില്ല. അതുകൊണ്ട് മസ്ജിദ് മാറ്റണം എന്നുള്ള നിലപാടെടുത്തു. അതിനുവേണ്ടി അദ്ദേഹം പള്ളി കമ്മിറ്റിക്കാരുമായിട്ടൊരു ചർച്ച നടത്തി. ഈദ് കഴിഞ്ഞിട്ട് തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ തീരുമാനം എടുക്കാൻ പോയപ്പോൾ സുബേന്ദു പറഞ്ഞു മാറ്റണം, വേണമെങ്കിൽ ഈ എയർപോർട്ടിന് പുറത്ത് ഒരു സ്ഥലം തരാം, അവിടെ മസ്ജിദ് പണിയാനുള്ള സഹായങ്ങളും ചെയ്തു തരാം എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഇതിനെയാണിപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസും ജമായത്തുൽ ഹിന്ദിൻ്റെ ആൾക്കാരും ഭാരവാഹികളും പറഞ്ഞിരിക്കുന്നത് മസ്ജിദ് ഒന്നും മാറ്റുന്ന പ്രശ്നമില്ല. മസ്ജിദ് 138 വർഷമായിട്ട് അവിടെ ഉള്ളതാണ്. വിമാനത്താവളമാണ് പിന്നെ വന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വേണമെങ്കിൽ വിമാനത്താവളം മാറ്റിക്കോ, മസ്ജിദ് മാറ്റുന്ന പ്രശ്നമില്ല. നോക്കൂ, നമ്മുടെ രാജ്യത്തെ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ രാജ്യപുരോഗതിയുമായി ബന്ധപ്പെട്ട ഒരു നിർണായക വിഷയത്തിൽ എടുക്കുന്ന നിലപാടാണ്. സുവേന്ദു അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മുസ്ലിം സമുദായം, മുസ്ലിം സംഘടനകൾ സുവേന്ദുവിനോട് കൊമ്പ് കോർക്കും എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയെ ബംഗാൾ പോലീസ് ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയത്. ഇവിടെ വലിയ ബഹളമായിരുന്നു. വലിയ ബഹളം എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് മീഡിയ 1 എന്ന് പറയുന്ന മുക്കാൽ മീഡിയയായിരുന്നു. പക്ഷേ സ്വിച്ചിട്ടതുപോലെ അവരുടെ പ്രതിഷേധവും വാർത്ത കൊടുക്കലിൽ നിന്നു. കാരണം എന്താണെന്നറിയോ? ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു. മുസ്ലിം പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി കുളത്തിൽ താഴ്ത്തിയവൻ ഹിന്ദു ആയിരുന്നു. അവരെയാണ് സുവേന്ദുവിൻ്റെ സർക്കാർ വെടിവെച്ച് കൊന്നത്. അതല്ലാതെ ചിലപ്പോൾ പ്രതിയെ വെടിവെച്ച് കൊന്നത് ഹിന്ദു പെൺകുട്ടിയെ റേപ്പ് ചെയ്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവന്മാർ ബഹളം വെച്ചത്. പിന്നെയാണ് മനസ്സിലായത് മുസ്ലിം പെൺകുട്ടിയെ റേപ്പ് ചെയ്ത കേസിലെ പ്രതിയായ ഹിന്ദുവിനെയാണ് സുവേന്ദുവിൻ്റെ സർക്കാർ വെടിവെച്ച് കൊന്നത്. അതോടുകൂടി പ്ലേറ്റ് മാറ്റി. പ്ലേറ്റ് മാറ്റി എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഈ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ ഒന്നായ, ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന എയർ ട്രാഫിക്കുള്ള വിമാനത്താവളങ്ങളിൽ ഒന്ന്, അത് വേണേൽ മാറ്റിക്കോ, ഞങ്ങൾ മസ്ജിദ് മാറ്റില്ല എന്ന് പറയുന്ന ധിക്കാരമുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ദേവാലയങ്ങൾ വരുമ്പോൾ ദേവാലയങ്ങൾ എത്ര എണ്ണം റോഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, ചിലയിടത്തൊക്കെ മുസ്ലിം പള്ളികൾ പോലും ഉണ്ട്. പക്ഷേ നമ്മുടെ നാഷണൽ ഹൈവേയുടെ പണി ഇപ്പോൾ നടക്കുമ്പോൾ പലയിടത്തും സംഭവിക്കുന്നത് മുസ്ലിം പള്ളികൾ വരുമ്പോഴത്തേക്ക് നാഷണൽ ഹൈവേ ഒന്ന് വളയും. ഹിന്ദു ക്ഷേത്രങ്ങളാണെങ്കിൽ അതിൻ്റെ നേരെ പോകും. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടായി, ഇത് മലബാറിലുണ്ടായി. അവിടെയാണ് ഈ ശ്രീധരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ബദൽ സംവിധാനം ഉണ്ടാക്കുകയും വലിയ പ്രക്ഷോഭമൊക്കെ നടന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാഷണൽ ഹൈവേ വരുമ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഗോപുരം പൊളിച്ചു. പക്ഷേ മുസ്ലിം പള്ളിയുടെ അടുത്ത് വരുമ്പോൾ നാഷണൽ ഹൈവേക്കൊന്ന് വളയാൻ തോന്നുന്നു. എങ്ങനെയുണ്ട്? അതുപോലെ ഇപ്പോൾ അതുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. ഇത് വലിയ രാജ്യവിരുദ്ധമായ നിലപാടാണ്. കാരണം ഞങ്ങൾ 138 വർഷം മുമ്പുള്ള പള്ളിയാണ്, അവിടെ ആരും വരുന്നൊന്നുമില്ല, അവിടെ ചുറ്റുപാട് ഹിന്ദു മുസ്ലിങ്ങളും ഇല്ല, അവിടുത്തെ ആളുകൾ മുഴുവൻ വേറെ ഗ്രാമത്തിലേക്ക് മാറിപ്പോയി. എന്നാലും ഞങ്ങൾക്ക് ടൂറിസ്റ്റുകളെ പോലെ വന്ന് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങൾ 50 പേർക്ക് നിസ്കരിക്കണം. അതിനു വേണ്ടിയിട്ട് 10,000 കോടി രൂപ ചെലവഴിച്ചുണ്ടാക്കിയ പടുകൂറ്റൻ വിമാനത്താവളം വേണേ മാറ്റിക്കോ എന്ന് പറയുന്ന തെമ്മാടിത്തരം അവിടുത്തെ മുസ്ലിം സംഘടനകൾ പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഉണ്ടായി. സുപ്രീം കോടതി പറഞ്ഞു, ഈ ബുൾഡോസർ രാജ് എന്ന് പറയുന്ന പരിപാടി നേരത്തെ സുപ്രീം കോടതി അതിൽ പുറപ്പെടുവിച്ച ഉത്തരവിന് വിരുദ്ധമായിട്ട് എല്ലായിടത്തും കൊണ്ട് ബുൾഡോസർ ഇട്ട് പൊളിക്കുകയാണ് BJP സർക്കാരുകൾ എന്ന് പറഞ്ഞ് ഒരാൾ കോടതി അലക്ഷ്യ ഹർജിയുമായിട്ട് സുപ്രീം കോടതി വന്നു. സുപ്രീം കോടതി പറഞ്ഞു, അതേ ഞങ്ങൾ നേരത്തെ ബുൾഡോസർ രാജ് പറ്റത്തില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല, നിയമാനുസൃതമായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അനധികൃതമായി സർക്കാരിൻ്റെ സ്ഥലം കയ്യേറി അവിടെ നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബുൾഡോസർ കൊണ്ട് പൊളിച്ച് തന്നെ കളയാമെന്ന് സുപ്രീം കോടതി മിനിഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതും പോരാത്തവൻ്റെ കയ്യിൽ ബോംബ് കിട്ടിയ പോലെയാണ്. സുവേന്ദു എവിടെ ബുൾഡോസർ പ്രയോഗിക്കാം എന്ന് നോക്കിയിരിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് പരാതിപ്പെടുകയും യോഗിയെ തോൽപ്പിക്കാൻ അക്കാര്യത്തിൽ ധൃതി കാട്ടുകയുമാണ് എന്നാണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമുകളും ഇടതുപക്ഷക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം കൂടി വന്നത്. ഏതായാലും സുവേന്ദുവിനോട് മുട്ടാൻ തൃണമൂൽ കോൺഗ്രസിൻ്റെ മുൻമന്ത്രിയായ സിദ്ദിഖ് ചൗധരി ജമായത്തുൽമ ഹിന്ദുമായി കൂട്ടുപിടിച്ച്
ഇതാദ്യമായി സുവേന്ദു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പരസ്യ വെല്ലുവിളി ഉയർത്തിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഉത്തരം. മാറ്റുന്നില്ലെങ്കിൽ ബുൾഡോസർ അവിടെ കയറും. ഈ ബംഗ്ര മസ്ജിദ് ഒരു ഓർമ്മയായിട്ട് മാറും. കാരണം ബംഗ്ര ഗ്രാമം ഇപ്പോൾ ഇല്ലെന്തേ. ആ ഗ്രാമവാസികൾ മുഴുവൻ മധ്യമഗ്രാമിലേക്ക് മാറിപ്പോയി. അവരെ അവിടെ മാറ്റിപ്പാർപ്പിച്ചു. ഗ്രാമവാസികളുടെ ആയിരുന്നു മസ്ജിദ്. അവർ ആ സ്ഥലം വിമാനത്താവളത്തിന് വിട്ടുകൊടുത്തു. വിമാനത്താവളത്തിൻ്റെ സ്ഥലം ഇപ്പോൾ പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അതുമാത്രമല്ല, പബ്ലിക് പ്രോപ്പർട്ടിയിലിരിക്കുന്ന മതചിഹ്നം മാത്രമല്ല, അവിടുത്തെ റൺവേ ഉപയോഗിക്കാനും പറ്റുന്നില്ല. അത് ഗുരുതരമായ അപകട സാധ്യത ഉണ്ടാവും. നിങ്ങൾ സുപ്രീം കോടതി പോയാലും അനുകൂല വിധി കിട്ടാൻ ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ബംഗ്ര മസ്ജിദ് സ്വാഭാവികമായി പൊളിച്ചു മാറ്റാൻ അവിടുത്തെ മുസ്ലിം സംഘടനകൾ തയ്യാറാവാത്ത സാഹചര്യത്തിൽ സുവേന്ദുവിനോട് മുട്ടിയാൽ മസ്ജിദ് പൊട്ടിപ്പോകും എന്നതാണ് സത്യം. നമുക്ക് ആ വാർത്തയ്ക്കായി കാത്തിരിക്കാം. കൃത്യമായും പ്രിയപ്പെട്ടവരെ, ഞങ്ങളത് നിങ്ങളിലേക്ക് എത്തിക്കും. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണേ.